السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على المبعوث رحمة للعالمين نبينا وإمامنا وحبيبنا وقرة أعيننا محمد بن عبد الله رسول الله صلى الله عليه وعلى آله وصحبه وأزواجه وذرياته ومن اهتدى بهديه واتبع سنته إلى يوم الدين، ثم أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. അധ്യക്ഷതയും സദസ്സിലുമുള്ള സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാർ, സൃഷ്ടാവും സംരക്ഷകരുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷ്മതയോടെ പാലിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. കേരള നേതൃത്വം മുജാഹിദീൻ ഒരു പ്രമേയം നമ്മിലേക്ക് നൽകിയതാണ്. ജൂലൈ മുതൽ ആരംഭിച്ച ഈ കുടുംബ സംഗമം പവിത്രമാണ്, കുടുംബം പരിശുദ്ധമാണ്, ബന്ധങ്ങൾ എന്നതിന് പ്രമേയം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം മുതൽ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും ചർച്ച ചെയ്യുക. അൽഹംദുലില്ലാ, ഓരോ യൂണിറ്റുകളിലും അതിൻ്റെതായ വമ്പിച്ച മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. നമ്മുടെ യൂണിറ്റിലും കുടുംബ സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കുടുംബ സംഗമത്തിന്റെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം നാം ഏറെ സ്നേഹിക്കുന്ന ആളുകളുമൊത്ത് നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം എന്നുള്ളതാണ്. നാം എത്ര ശ്രമിച്ചാലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സംഗതി സാധ്യമാവുകയുള്ളൂ. ഒരു കുടുംബം അത് ചിട്ടപ്പെടുത്തുന്നതിൽ ആ കുടുംബനാഥന് വലിയ പങ്കുണ്ട്. ആത്മാർത്ഥമായ പ്രവർത്തനവും അതോടൊപ്പം തന്നെയുള്ള പ്രാർത്ഥനയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ വിഷയമായി വെച്ചിരിക്കുന്നത് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്നതാണ്. അത് നമുക്ക് ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ആകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിന് ഉദാഹരണമായി നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് സ്വാലിഹ്യങ്ങളായ ആളുകൾ, അവര് മനുഷ്യരായിരുന്നു, അവർക്കും കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രവാചകന്മാരടക്കം പൂർവികരായ പല ആളുകൾക്കും അവരുടെ കുടുംബത്തെ പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് ഒരുമിച്ച് ലഭിക്കുകയില്ല. ആ ഒരു വിഷയത്തിൽ അവരെല്ലാവരും തന്നെ വളരെ ദുഃഖിതരായിരുന്നു. ഇവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മാത്രം പരിശ്രമം കൊണ്ട് നേടാൻ കഴിയുന്നതല്ല, അള്ളാഹുവിന്റെ തൗഫീഖ് ആവശ്യമാണ്. പക്ഷെ അതിനായി നമ്മൾ കഴിയുന്നത്ര പരിശ്രമിക്കണം. കൂട്ടത്തോടെ നമുക്ക് ടൂർ പോകാൻ പറ്റും. അതേപോലെ തന്നെ കൂട്ടത്തോടെ നമുക്ക് വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റേതെങ്കിലും സന്തോഷകരമായ കാര്യങ്ങളിലോ നമുക്ക് വീടടച്ച് ഒന്നാകെ പോകാൻ പറ്റും. പക്ഷെ സ്വർഗത്തിലേക്ക് അങ്ങനെ കൂട്ടത്തോടെ നമുക്ക് പോകാൻ കഴിയുമോ? നമ്മുടെ പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ
പല പ്രമുഖരായ ആളുകൾക്കും അതിന് സാധിച്ചിട്ടില്ല എന്നതാണ്. ആദം അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യനും ഒന്നാമത്തെ പ്രവാചകനും. ആ ആദം നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ മക്കൾ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു? ഈ കുടുംബ ബന്ധങ്ങളെ എല്ലാം ശിഥിലമാക്കുന്ന പൈശാചികമായ പല പ്രവർത്തനങ്ങളും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കടന്നു. നിങ്ങളുടെ ഈ കെട്ടുറപ്പിനെയും ഈ ബന്ധങ്ങളെയും എല്ലാം അത് തകർത്ത് കളയും. ആദം അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്തു ചാടിക്കുന്നതിന് വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിച്ച പിശാച് ആദം നബി മരിച്ചിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ആ പിശാച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹുവിനോട് അവന്റെ ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മറുപടിയുടെയും അടിസ്ഥാനത്തിൽ അവരിവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ തെറ്റായ ഒരു വാക്കുമൂലമോ ഒരു പ്രവൃത്തി മൂലമോ നിങ്ങളുടെ സ്വർഗം നിങ്ങൾക്ക് നഷ്ടമാകരുത്, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്ക് നഷ്ടമാകരുത്. അവൻ സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ വഴിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ അഅറാഫിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് യാ ബനി ആദമ ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി. മനുഷ്യ മക്കളെ, നിങ്ങളുടെ പിതാവ് ആദമിനെ സ്വർഗത്തിൽ നിന്ന് പിശാച് പുറത്ത് ചാടിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ ആ പരിശ്രമം ഇപ്പോഴും നിങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അവന്റെ ആ ഫിത്നയിൽ അകപ്പെട്ടു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്താണ് പിശാചിന്റെ ഫിത്ന? പിശാചിന്റെ ഫിത്ന എന്ന് പറയുന്നത് മനുഷ്യനെ നേരായ മാർഗത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, സുന്നത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, സൽസ്വഭാവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, സൗഹാർദ്ദത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും എല്ലാം വ്യതിചലിപ്പിക്കുക, സന്തോഷമായി കഴിഞ്ഞു പോകുന്ന കുടുംബങ്ങൾക്കിടയിൽ ശൈഥല്യം ഉണ്ടാക്കുക. ഇതെല്ലാം പിശാചിന്റെ പണിയാണ്. ആദം നബി അലൈഹിസ്സലാമയുടെ 2 മക്കളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 2 മക്കളുടെ ഇടയിൽ അസൂയ ഉണ്ടാക്കി. ഈ അസൂയ ആരുടെ വകയാണ്? അത് പിശാച് മനുഷ്യന് നൽകുന്നത്. ഇസ്ലാം നൽകുന്നത് സൗഹാർദ്ദവും സ്നേഹവും വിട്ടുവീഴ്ചയും എല്ലാമാണ്. അന്യന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇസ്ലാം വളർത്തിയെടുക്കുന്നത്. അവിടെ അസൂയപ്പെടുക എന്നുള്ളത് പൈശാചികമാണ്. ആദ്യത്തെ കൊലപാതകം സംഭവിച്ചു അസൂയയുടെ പേരിൽ ആദമിന്റെ 2 മക്കളുടെ ഇടയിൽ. ഒരാൾ സ്വീകരിച്ചത് സ്വർഗത്തിലേക്കുള്ള പാതയായിരുന്നു. നീ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ നേർക്ക് കൈനീട്ടിയാലും ഞാൻ നിന്നെ വധിക്കാൻ വേണ്ടി ഒരുപ്പെടുകയില്ല എന്ന് സഹോദരനോട് തന്റെ നിലപാട് കൊടുത്തു. അങ്ങനെ ആ കൊലപാതകം സംഭവിച്ചു. ആ കൊലപാതകത്തിലൂടെ ആദം അലൈഹിസ്സലാമിന്റെ മക്കളുടെ ഇടയിൽ രൂക്ഷമായ ഭിന്നിപ്പുണ്ടായി, കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടായി. ഒരാളിന്റെ പ്രാർത്ഥനയും അയാളുടെ പ്രവർത്തനവും അല്ലാഹു സ്വീകരിച്ചു, മറ്റേ ആളിന്റെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും തിരസ്കരിച്ചു. ഇവിടെ നമുക്കറിയാം, ഒരു മനുഷ്യൻ അവന്റെ ഓർമ്മ വെച്ച കാലം മുതൽ, തിരിച്ചറിവായ കാലം മുതൽ അവസാന ശ്വാസം വരെയും അവൻ മുസ്ലിമായി ജീവിച്ചെങ്കിൽ മാത്രമേ
നമുക്ക് പരലോകത്ത് സ്വർഗപ്രവേശനം സാധ്യമാകും. ആളുകൾ ചിലര് ഇടയ്ക്ക് വെച്ച് വിശ്വാസിയാവുകയും പിന്നീട് അവിശ്വാസിയാവുകയും, തുടക്കത്തിൽ അവിശ്വാസിയായിരുന്നയാൾ പിന്നീട് വിശ്വാസിയാവുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം മനുഷ്യരിടയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന്. വാസ്തവത്തിൽ ആ പ്രാർത്ഥനയാണ് അതിന്റെ കാതലായ ഒരു ഭാഗം. നമ്മൾ വളരെ ആവേശപരമായ തുടക്കം, പല സ്ഥലത്തും ഇസ്ലാഹി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലത്തൊക്കെ ആവേശകരമായ തുടക്കവുമായി മുമ്പോട്ട് വന്ന ആളുകൾ പിന്നെ ഏതൊക്കെയോ വഴിക്ക് പിരിഞ്ഞു പോകുന്നു. ആദർശത്തിൽ കണിശതയില്ലാതാവുകയും അവരെ അതിൽ തന്നെ അതിന്റെ വീര്യം നഷ്ടപ്പെടുകയും ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് പലതിന്റെയും പേരിൽ അവർ പിരിഞ്ഞു പോകും. ഈ ഒരവസ്ഥ ഒരു മനുഷ്യന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവന് നഷ്ടപ്പെടുന്നത് സ്വർഗമായിരിക്കും. ഇത് തനിക്ക് മാത്രമല്ല, നമ്മുടെ ദുനിയാവിൽ കഠിനമായി അധ്വാനിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ നമ്മുടെ മുഴുവൻ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ഭൗതിക ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ ദുനിയാവിന്റെ പ്രത്യേകതയും അതിന്റെ മഹത്വവും നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മാന്യമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ. നല്ല ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല വരുമാനം വേണം, അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണം ഒരു ഇണയുണ്ടാകേണ്ടത്. അങ്ങനെ കുടുംബത്തിലുള്ളവർക്കെല്ലാം മാന്യമായ വേതനമുള്ള ജോലി വേണം. എന്തിന്? നല്ല വാഹനം വേണം, നല്ല വസ്ത്രം വേണം, എല്ലാം മെച്ചപ്പെട്ടതാണ്. എന്തിന്? ഐഹിക ജീവിതം നമുക്ക് ഭദ്രമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് ഒരു താൽക്കാലികമായ സങ്കേതമാണ്. ദുനിയാവ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ സങ്കേതമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഇത് നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു പരീക്ഷാ സെന്ററാണ്. ഇവിടെ നിങ്ങളുടെ മികച്ച പ്രകടനം അതെങ്ങനെയാണ് എന്ന് അള്ളാഹു നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല വിശ്വാസം, ഏറ്റവും നല്ല പ്രവൃത്തി അത് ആരുടേതാണ് എന്ന് അല്ലാഹു തആല നിരീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ബുദ്ധിയുള്ള ആളുകൾ, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ, റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ, ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പതിപ്പിക്കേണ്ടത് പരലോകത്ത് നമുക്ക് നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകളുമൊത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിന് അടിസ്ഥാനമായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ഒരു മുഖ്യമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മൂസ അലൈഹിസ്സലാം അദ്ദേഹം ഒരു ജനതയെ, അമ്പിയാക്കൾ പ്രത്യേകിച്ചും 1.25 ലക്ഷത്തോളം അമ്പിയാക്കളെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഭൂമിയുടെ പല പ്രദേശങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിരുന്നു. അവരെല്ലാവരും പട്ടുമത്തയിൽ കിടന്നുറങ്ങുകയോ പരവതാനി വിരിക്കുകയോ ജനങ്ങൾ കയ്യടിയോടെ ആരാധനത്തോടെ സ്വാഗതം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്ത ആളുകളൊന്നുമല്ല. തികച്ചും ഒറ്റപ്പെട്ട ആളുകൾ.
ജനങ്ങളുടെ പരിഹാസം ഏറ്റുവാങ്ങിയ ആളുകൾ, ജനങ്ങളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റെടുത്ത് സഹിച്ച ആളുകൾ, ചില ആളുകളെ നിർദാക്ഷിണ്യം കൊന്നുകളയുക ഒരു ചെയ്തു. ഖുർആൻ പറയുന്നുണ്ട്, ആരെയാണിത്? അള്ളാഹുവിൽ നിന്ന് ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് നിരന്തരമായി ബന്ധമുള്ള, അള്ളാഹുവിന്റെ സന്ദേശം ലഭിക്കുന്ന അമ്പിയാക്കൾ, അവരെല്ലാം ഇവിടെ മുസാഫിരീങ്ങളെ പോലെ, ഫക്കീറന്മാരെ പോലെ ഈ നാട്ടിലും നഗരങ്ങളിലുമെല്ലാം നടന്ന് ജനങ്ങളെ അവർ ക്ഷണിക്കുകയായിരുന്നു. ആദ്യം അവരുടെ ഡ്യൂട്ടി സ്വന്തം കുടുംബത്തെ ഒപ്പം നിർത്തുക. ഒപ്പം നിർത്തുക എന്ന് പറഞ്ഞാൽ മക്കളും പേരക്കുട്ടികളും അവരുടെ പേരക്കുട്ടികളും എല്ലാം കൂടി ഒരു കുടുംബത്തിൽ തന്നെ ഒരു കലത്തിലിട്ട് വേവിച്ച്, ഒരു കുടുംബത്തിൽ തന്നെ അവിടുന്ന് കഴിച്ച് അവിടെ കിടന്നുറങ്ങി അവിടെ പെറ്റുവരിക, അങ്ങനെ ആകണമെന്നല്ല. എല്ലാവരും ഒരുമിച്ചുണ്ടാകണം. എവിടെ? സ്വർഗത്തിൽ. അതിനുവേണ്ടി നീ ആദ്യം ഇടപെടേണ്ടത് നിന്റെ കുടുംബത്തിലാണ്. ഏറ്റവും അടുത്ത അക്കാരിബീങ്ങളോട് നീ താക്കീത് ചെയ്യണം. അങ്ങനെ സമൂഹത്തിൽ നടന്ന് കണ്ട ആളുകളോടെല്ലാം ഏതെങ്കിലും ഒരു ചെറിയ അവസരം ലഭിച്ചാൽ തന്നെ പരിചയമുള്ള, താൻ കണ്ടുമുട്ടിയ ഒരാളെ എന്നോടൊപ്പം സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്ന് അവർ ആശിച്ചിരുന്നു. മൂസ അലൈഹിസ്സലാം ആ നാട്ടിലെ ഭരണാധികാരിയോടാണ് സംസാരിച്ചത്. ഭരണാധികാരി മൂസയെ ദഅവത്ത് രംഗത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അടവുകളും പ്രയോഗിച്ചു നോക്കി. പക്ഷെ മൂസ അലൈഹിസ്സലാം വഴങ്ങിയില്ല. ആരാ മൂസേ നിന്റെ റബ്ബെന്ന് ചോദിച്ചു. നാട്ടിലുള്ള ആളുകളെല്ലാം നരകത്തിലേക്ക് കൂട്ടത്തോടെ പോകാനുള്ള വിശ്വാസവുമായിട്ടാണ് ജീവിക്കുന്നത്. ആ ജനതയുടെ മുമ്പിൽ ഒരൊറ്റപ്പെട്ട ശബ്ദമായി മൂസ അലൈഹിസ്സലാമയുടെ ഒരു ശബ്ദം മുഴങ്ങിക്കേൾക്കുക. റബ്ബുക്കുമായ മൂസ, ആരാണ് നിങ്ങളുടെ റബ്ബ്? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അന്നുവരെ എന്താണ് ജനങ്ങൾ പറഞ്ഞിരുന്നത്? അന റബ്ബുക്കുമുൽ അഅല എന്ന ആ ഫിർഔനിന്റെ പ്രഖ്യാപനമാണ് ജനങ്ങൾക്കറിയാവും. മൂസ അലൈഹിസ്സലാം സമ്മതിച്ചില്ല. റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ശ്രദ്ധിച്ച് അവന് മതിയായ സംരക്ഷണം നൽകി, അവരെ ശരിയായ മാർഗദർശനം നൽകി, ഉപജീവനം നൽകി, എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്റെ റബ്ബ്. തർക്കമായി, പിണക്കമായി അവസാനം ഫിർഔൻ മൂസയെ വശീകരിക്കുവാൻ വേണ്ടി താൻ ചെയ്തു കൊടുത്ത ഓരോ ഉപകാരങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു നോക്കി. അലം നുറബ്ബിക ഫീനാ വലീദ, കുട്ടിക്കാലത്ത് നീ എന്റെ ഔദാര്യത്തിലല്ലേ ജീവിച്ചത്? ആർക്കും വേണ്ടാതെ അസൂയ മൂത്ത സഹോദരങ്ങൾ, അല്ലാതെ യൂസുഫ് നബി അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമയെ കൊന്നുകളയും എന്ന് ഭയന്നിട്ട് മാതാവ് പെട്ടിയുണ്ടാക്കി നൈൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞതല്ലേ? ആർക്കും വേണ്ടാതെ വന്നടിഞ്ഞ അനാഥനായ നിന്നെ എടുത്തു വളർത്തി കൊട്ടാരത്തിലെ രാജപുത്രനെ പോലെ വളർന്നു വന്നു. നീ ഇന്ന് എന്നെ ചോദ്യം ചെയ്യുകയാണോ? എന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യുക. മൂസ അലൈഹിസ്സലാം പറഞ്ഞ അതൊന്നുമല്ല. ഒരധികാരവും ഒരു ഭരണവും ഒരു കൊട്ടാരവും ഒരു കിരീടവും ഒന്നും വേണ്ട. അർസിൽ മഅന ബനി ഇസ്രായേൽ, നീ അടിമകളെ പോലെ വെച്ചുകൊണ്ട് അധ്വാനിപ്പിച്ച് ആരാധന അള്ളാഹുവിന് അർപ്പിക്കേണ്ട സ്ഥലത്ത് നീ നിന്നെ ആരാധിക്കാൻ പ്രേരിപ്പിച്ച് ജനങ്ങളെ, എന്റെ കുടുംബാദികളെ നീ വഴികേടിലാക്കുന്നു. അവരോടൊപ്പം കൈകോർത്ത് സ്വർഗത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ ബനി ഇസ്രായേലിനെ മോചിപ്പിക്കൂ എന്ന് ഖുർആനോട് പറഞ്ഞത് കാണാം. അമ്പിയാക്കളും മജ്ജയും മാംസവും വികാരവും വിചാരവും ഒക്കെയുള്ള മനുഷ്യരായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞതാണ്, ഇന്നമാന ബഷറും മിസ്ലുക്കും, ഞാനും നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്. എനിക്ക് ചില പ്രത്യേകതകളുണ്ട്. എനിക്ക് വഴി ലഭിക്കുന്നുണ്ട്. ആ വഴിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് ആദ്യം പറയുന്നത് എന്റെ കുടുംബത്തോടൊപ്പമാണ്. എന്തിനാണ്? പൂർവികരായ പ്രവാചകന്മാരുടെ പല കുടുംബാദികളും നരകത്തിലാണ് എന്ന് ഈ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ദയനീയമായ സ്ഥിതി എന്റെ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഹിറാ ഗുഹയിൽ വെച്ച് വഹീന്റെ സന്ദേശം ലഭിച്ചിറങ്ങി ആദ്യത്തെ പ്രവർത്തനം സ്വന്തം കുടുംബാദികളെ ശഅബ് അബീ താലിബ് മലഞ്ചെരുവിൽ വിളിച്ചുകൂട്ടി അവരെ എല്ലാവരോടും ഒരു അഭിമുഖ സംഭാഷണം നടത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ പ്രസംഗമായിരുന്നു. അവരെല്ലാവരും നബിയെ അംഗീകരിക്കുന്നവരാണ്. നബി എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കുന്നവരാണ്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. അമ്പുസക്കും അഖിലിക്കും നാറാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതേപോലെ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു, അങ്കിതു അമ്പുസക്കും ഇതെന്ന, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങളിൽ പലരുടെയും സഹോദരനാണ് ഞാൻ. നിങ്ങളിൽ പലരുടെയും സഹോദര പുത്രനാണ് ഞാൻ. നിങ്ങൾ പലരുടെയും ബന്ധുവാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പരലോകത്ത് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. എന്റെ മകൾ ഫാത്തിമ, മോളെ, നീയും നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോ. എന്നോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീ ഉണ്ടാകണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ സ്വത്തിൽ നിന്ന് നീ വല്ലതും ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ എനിക്ക് നിവർത്തിയുണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയും. പക്ഷേ നിനക്ക് നീ നരകത്തിൽ പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ എനിക്ക് സാധിക്കുകയില്ല. ആ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ മുഖ്യമായും പണിയെടുക്കേണ്ടത്. ഇത് എളുപ്പത്തിൽ ജനങ്ങളുടെ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നല്ല. നോക്കൂ, ആദം അലൈഹിസ്സലാമയ്ക്ക് ശേഷം, ഇദ്രീസ് നബി അലൈഹിസ്സലാമയ്ക്ക് ശേഷം ഭൂമിയിൽ വന്ന പ്രഗത്ഭനായ ഒരു പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹം വളരെയേറെ ആയുഷ്കാലം ജീവിച്ച, നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല. 100 വയസ്സ് കഴിഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഇന്ന് പെട്ടിക്കോളത്തിലാണ് അവിടെ ന്യൂസ് വരുന്നത്. 101 വയസ്സായി, 102 വയസ്സായി. നൂഹ് നബി ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു വാർത്താ പ്രാധാന്യം? 1000 വർഷം ജീവിച്ചിരുന്നു. 50ാമത്തെ വയസ്സിൽ വഴി ലഭിക്കുന്നു. 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തുന്നു. അത്രയും കാലം ജീവിച്ചിരുന്ന ഒരു പ്രവാചകൻ ഇന്ന് സങ്കല്പം മാത്രമാണ്. അവസാന നിമിഷം വരെയും ആരുടെയും കുത്തുവാക്കുകളോ ആക്ഷേപങ്ങളോ പീഡനങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമായില്ല. അവസാനം സ്വന്തം ഭാര്യ അത് വഞ്ചിച്ചു. നൂഹ് നബിയുടെ വിശ്വാസത്തിനെതിരായിരുന്നു മക്കൾ. ആ മകന് എന്താണെന്നറിയോ? ഈ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു ആത്മബന്ധമാണ്. ഈ ആൾക്കാരെല്ലാം എന്തിനാണ് ഇപ്പോ അള്ളാഹു വിരോധിച്ച സംഗതികൾ പോലും ചെയ്യുന്നത്? എന്തിനാണ്? കള്ളത്തരവും കൊള്ളയും കൊലപാതകവും കൊള്ളിവെപ്പും മയക്കുമരുന്നും എന്തെല്ലാം ദ്രോഹങ്ങളുണ്ടോ മനുഷ്യന് ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? തന്റെ കുടുംബത്തെ ഏറ്റവും ആർഭാടകരമായ ഒരു ജീവിതം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. അവർക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും കഠിനാധ്വാനം ചെയ്യും. പക്ഷേ കുടുംബത്തെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ കുടുംബാദികൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകൻ കന്നാനെ വെച്ചു. കന്നാനെ, യാ ബുനയ്യർക്കം, എന്റെ പൊന്നുമോനെ, നീ എന്റെ ഈ രക്ഷയുടെ സമാധാനത്തിന്റെ കപ്പലിൽ കയറും. ഒന്നാകെ
ജലപ്രളയം ഉണ്ടായി. നാട് മുഴുവനും വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ രക്ഷയുടെ ഏക മാർഗം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം സ്വീകരിച്ച ആളുകളെ മാത്രമേ അതിൽ കയറ്റാവൂ എന്ന് അള്ളാഹുവിന്റെ ഒരു നിബന്ധന ഉള്ളത് കൊണ്ട് ആരെയും പിടിച്ചു കയറ്റാൻ പറ്റുകയില്ല. നൂഹ് നബി വിളിച്ചു സ്നേഹത്തോടെ, മോനെ, നീ വിശ്വാസിയായിക്കൊണ്ട് നീ എന്റെ ഈ കപ്പലിൽ നീ കയറി വരും മകനെ, പല തക്കും മകൻ കാപ്പിന് നീ കാരണം അദ്ദേഹത്തിന് അറിയാം ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഈ മകന് മരണം സംഭവിക്കും. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഉറപ്പായി. എന്ന് നാം സ്വർഗത്തിലേക്കാണോ അതല്ല നരകത്തിലേക്കാണോ എന്ന് നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. ആ ഒരു ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് മകന് നീ കപ്പലിൽ കയറൂ എന്ന് പറഞ്ഞത് ഈ മകൻ നാളെ തന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന അമിതമായ ആഗ്രഹം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ ഒരു മനുഷ്യനായ നൂഹ് നബിയും ആഗ്രഹിച്ചു തന്റെ ഭാര്യമാരും സന്താനങ്ങളുമെല്ലാം സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന്. അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, അവരുടെ എല്ലാം ചരിത്രം പരിശോധിച്ചു നോക്കൂ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായി. ആ മക്കളെല്ലാം തന്നെ ആ പിതാവിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നില്ല. നിങ്ങൾ പിഴച്ചയാളാണെന്ന് പിതാവിന്റെ മുഖത്ത് നോക്കി മക്കൾ പറഞ്ഞു. ഞങ്ങളെ വിശ്വസിക്കാത്ത ആളാണെന്ന് പറഞ്ഞു. ആ സഹോദരനോട് അവർക്ക് അസൂയയുണ്ടായി. അവസാനം കൊല്ലുക എന്നുള്ള പ്രക്രിയയിൽ നിന്ന് അവർ പിന്മാറി അദ്ദേഹത്തെ ആഴമുള്ള പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. എന്നിട്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈജിപ്തിൽ ഭരണാധികാരിയായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായപ്പോൾ ദാരിദ്ര്യം കഠിനമായ നാട്ടിൽ നിന്ന് പിച്ചച്ചട്ടിയുമായി സമൃദ്ധമായ രാജ്യത്തേക്ക് ഭക്ഷണ സാധനം അന്വേഷിച്ചിറങ്ങിയ ഈ സഹോദരങ്ങൾ വന്നുപെട്ടത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരന്റെ മുമ്പിലാണ്. അവർ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ വഴി ലഭിക്കുന്ന പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവർ തിരിച്ചറിഞ്ഞു. ആട്ടി വിടുകയായിരുന്നില്ല. ഇവരെന്ത് ക്രൂരത എന്നോട് ചെയ്തെങ്കിലും ഇവരെന്റെ സഹോദരങ്ങളാണ്, കൂടപ്പിറപ്പുകളാണ്. 2 മക്കളാണെങ്കിലും ഇവർ നാളെ പരലോകത്ത് സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണം. അതിന് അള്ളാഹു നിർദ്ദേശിച്ച എല്ലാ സൂത്രങ്ങളും അദ്ദേഹം പ്രയോഗിച്ചു. അവസാനം ആ സഹോദരങ്ങളെയും ആ കുടുംബത്തെയും അവരോടൊപ്പമുള്ള തന്റെ പ്രിയപ്പെട്ട പിതാവിനെയും എല്ലാം വരുത്തി കൊട്ടാരത്തിൽ സൗകര്യം ചെയ്തു കൊടുത്ത് അവരെ ഒപ്പം താമസിപ്പിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ വഹീന്റെ സന്ദേശങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്തിന്? കൂട്ടത്തോടെ സ്വർഗത്തിൽ പോകണം. എന്ത് ക്രൂരതകൾ ഉണ്ടായാലും എത്ര മോശമായി പ്രവർത്തിച്ചാലും അതെല്ലാം ദുനിയാവിന്റെ കാര്യമാണ്. അതൊക്കെ നമുക്ക് മറക്കാം. പക്ഷേ ഇവരുടെ ആദർശവും ഇവരുടെ ജീവിതവും അത് നല്ലതായിരുന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ ലഭിക്കുകയുള്ളൂ. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്ക് കാണാം. ലുഖ്മാൻ പ്രവാചകനാണോ അല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളതാണ്. ഏതായിരുന്നാലും ഒരു പ്രവാചകൻ ജനങ്ങളെ പഠിപ്പിച്ച താക്കീതുകളും മുന്നറിയിപ്പുകളും മാതൃകാപരമായ നിർദ്ദേശങ്ങളുമെല്ലാം ലുഖ്മാനിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആകെ 25 പ്രവാചകന്മാരുടെ പേരുകളാണ് അതിൽ ലുഖ്മാനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതായിരുന്നാലും ലുഖ്മാൻ സ്വന്തം മകനോട് നൽകുന്ന ഉപദേശം എന്താണ് നമുക്കൊക്കെ അറിയുന്നത്. ഒരു മുജാഹിദ് പ്രവർത്തകൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും പ്രാഥമികമായി അറിയേണ്ട ഒരു കൊച്ചു വചനമാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്,
യാ ബുനയ്യ ലാ തുശ്രിക ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. കുഞ്ഞുമോനെ, കൊച്ചുകുട്ടികൾക്ക് ഈ ആശയം പറഞ്ഞാൽ മനസ്സിലാകുമോ? തീർച്ചയായും മനസ്സിലാകും എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യരല്ലാത്ത മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധി ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന മൃഗങ്ങൾക്ക് പോലും ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ബുദ്ധിയുള്ള മകനിലുള്ള മനുഷ്യന് ഈ കാര്യം മനസ്സിലാക്കുകയില്ലേ? തീർച്ചയായും മനസ്സിലാകും. ഒരിടപെടലും ഇല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും കണ്ടെത്തുന്നത് അവന്റെ നാഥനെയായിരിക്കും. എന്തിനാണ് ലുക്മാൻ തന്റെ മകനോട് ഉപദേശം നൽകുന്നത്? ഈ മകന് നാളെ സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണം, ഈ ഭാര്യയെ, ഈ കുടുംബാളികളെ സ്വർഗത്തിൽ എനിക്ക് ലഭിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശോധിച്ചു നോക്കൂ, ആരാണ് അദ്ദേഹം? അള്ളാഹുവിന്റെ ഖലീലാണ്. അള്ളാഹുവിന്റെ ഖലീല്. ഇവിടെ നമുക്കൊക്കെ ലഭിച്ച സൗഭാഗ്യം നമ്മള് തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ പിതാവിന് സ്വർഗത്തിൽ ലഭിക്കുകയില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഈ ഭൂമി ലോകത്ത് ആഗ്രഹിക്കാത്തത്ര അതികഠിനമായി ആഗ്രഹിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാം. പക്ഷേ സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ ഒപ്പം ലഭിക്കുകയില്ല. അത് അല്ലാഹു തആല വ്യക്തമാക്കിയതാണ്. അവസാന നിമിഷം വരെയും അദ്ദേഹം ചോദിച്ചു സ്വന്തം പിതാവിനെ സ്വർഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ എതിർക്കുകയാണ് ചെയ്തത്. പിതാവിനോട് കാല് പിടിക്കുന്നത് പോലെ അഭ്യർത്ഥിച്ചു നോക്കി. യാ അബത്തി ലാ തഅബുദു ശൈത്താൻ ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ. എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങൾ പിശാചിന്റെ പ്രേരണക്കൊത്ത് നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, അല്ലെങ്കിൽ പിശാച് നിർദ്ദേശിക്കുന്ന ആളുകളെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. പിശാച് പരമകാരുണ്യകനായ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുവാൻ വേണ്ടി നിരന്തരമായി നിർബന്ധിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ അടുക്കലേക്ക് പോകരുത്. ആ പിതാവ് കേട്ടില്ല. അങ്ങനെ നിങ്ങൾ പോയാൽ പരമകാരുണ്യകനിൽ നിന്നുള്ള അതികഠിനമായ ശിക്ഷയാണ് നിങ്ങൾ ബാധിക്കാനിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഒരുപാട് ഭൗതികമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ബാക്കി നിൽക്കുമ്പോഴും പ്രവാചകന്മാർ മുഖ്യമായി അവരുടെ കുടുംബാദികളോട് പറഞ്ഞത് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളായിരുന്നു എന്നതാണ്. ഐഹിക ജീവിതം നോക്കണ്ട എന്നല്ല, അത് നമ്മുടെ സാമർഥ്യത്തിന്റെയും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും ഒന്നും കാഠിന്യമനുസരിച്ചല്ല അത് നേടുന്നത്. അത് അല്ലാഹു തആല ഓരോരുത്തർക്കും അവരവരുടെ നസീബ് ഓഹരി അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടും, അതൊക്കെ ആസ്വദിക്കാം, അതൊക്കെ നമുക്ക് അനുവദനീയമാണ്, ഹലാലാണ്. പക്ഷേ നമ്മുടെ ഒരു ഉദാസീനത കാരണമായി, ഒരു മടിയോ ക്ഷീണമോ തളർച്ചയോ കാരണമായി നമുക്ക് സ്വർഗം നഷ്ടപ്പെടരുത്. അതേപോലെ തന്നെ നമ്മുടെ ആശ്രിതരായ ആർക്കും തന്നെ സ്വർഗം നഷ്ടപ്പെടരുത്. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മക്കത്ത് താമസിപ്പിച്ചു. നമ്മൾക്ക് ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുന്ന കഅബയുടെ പരിസരത്ത് നമ്മൾ കാണുന്നില്ല, കഅബ തവാഫ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു വളച്ചുകെട്ട് നമുക്ക് കാണാം. അവിടെയായിരുന്നു ഇബ്രാഹിം നബിയുടെ കുടുംബം താമസിച്ചിരുന്നത്. ഇബ്രാഹിം നബി അവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി വലിയ ഒരു കഅബയാണ് പണിതത്. അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ കൽപ്പന. പിന്നീട് വെള്ളപ്പൊക്കത്തിൽ ആ കഅബ ഉതിർന്നടന്ന് മണ്ണും കല്ലും വെച്ചുണ്ടാക്കിയ കഅബ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വെള്ളപ്പൊക്കത്തിന് പോവുകയും പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും അതിന്റെ നിർമ്മാണം വന്ന് ഏറ്റവും അവസാനം ഖുറൈശികളുടെ കയ്യിൽ അതിന്റെ ആധിപത്യം കിട്ടിയപ്പോൾ അവരെ ഹലാലായ സമ്പാദ്യം മാത്രം ഉപയോഗിച്ച് കഅബ ചെറുതാക്കി പണിത കഅബയുടെ അളവിലാണ് ഇന്നുള്ളത്. അങ്ങനെ തന്റെ സഹധർമ്മിണിക്കും കുട്ടിക്കും താമസിക്കാൻ വേണ്ടി കഅബയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ ചരിപ്പ്
ചാർത്തുണ്ടാക്കി. സാധാരണ നമ്മൾ പണ്ട് കാലത്ത് ആട്ടുകൂടും വിറക് വരെയും അടുക്കളയും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു 6 മീറ്റർ വീതിയുള്ള ഒരു ചെറിയ ഒരു വീട്, ഒരു ചരിപ്പുണ്ടാക്കി അതിൽ താമസിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഇറാഖിലേക്ക് പോകുമ്പോൾ ആ കഅബയുടെ അടുത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ യാതൊരു മലവെട്ടിയുമില്ലാത്തൊരു പ്രദേശം, മനുഷ്യവാസമില്ലാത്തൊരു പ്രദേശം, കായികനികളൊന്നും മുടക്കാത്ത ഒരു സ്ഥലം, ഇവിടെ തന്നെ ഇവരെ താമസിപ്പിക്കുന്നത് അതിനായി തിരഞ്ഞെടുത്തത് റബ്ബനാലി യുഖീമുസ്സലാ, രക്ഷിതാവേ ഇവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കണം. നിസ്കരിക്കുന്നത് എന്തിനാണ്? നിസ്കരിക്കാത്ത മനുഷ്യന് സ്വർഗം ലഭിക്കുകയില്ല. നിസ്കരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സൽക്കർമ്മമാണ്. വിശ്വാസം കഴിച്ചാൽ അവൻ ചെയ്യുന്ന ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കർമ്മവും അത് തന്നെയാണ്. അതുകൊണ്ട് റബ്ബനായി അസ്കന്തുമിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, ഞാൻ എന്റെ കുടുംബത്തെ നിന്റെ ആദരണീയമായ ഈ ഭവനത്തിന്റെ പരിസരത്ത് തന്നെ താമസിപ്പിച്ചത് റബ്ബനാലി യുഖീമുസ്സലാ, നിസ്കരിക്കുന്നവരാണ്. കരുതലാണ്, ഒരു കുടുംബനാഥന്റെ കരുതലാണ്. എന്തിനു വേണ്ടി? അവര് ഇബാദത്തുള്ളവരാകണം. അവർക്ക് ഇബാദത്തുണ്ടായെങ്കിൽ മാത്രമേ, അല്ലാതെ ഇബ്രാഹിം എന്ന അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകന്റെ കെയറോഫിൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ഒരു സന്ദേശം ഇബ്രാഹിം നബി അവരെ പഠിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനായതുകൊണ്ട് അവർക്ക് പരലോകത്തെ രക്ഷപ്പെടാമെന്ന ഒരു സന്ദേശം അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. അവർ ഓരോരുത്തരും ഇബാദത്ത് ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസം ശരിയാക്കിക്കൊണ്ട് വേണം അവര് മുമ്പോട്ട് പോകാൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുക്കൂ. പ്രവാചകൻ തന്റെ പിതൃവ്യനായ അബൂ താലിബ് നുബുവത്ത് ലഭിച്ചപ്പോൾ മുശ്രിക്കുകളുടെ ഉപദ്രവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ രക്ഷ നൽകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ഒരാളാണ് അബൂ താലിബ് എന്ന് പറയും. അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ പ്രധാനിയാണ്. കച്ചവടക്കാരനാണ്, സാമ്പത്തിക ശേഷിയുള്ളയാളാണ്. ആ അബൂ താലിബ് അവസാന നിമിഷം വരെയും താൻ കൊണ്ടുവന്ന വിശ്വാസത്തിന്റെ അനുയായി. വിശ്വാസം സ്വീകരിച്ചില്ലെന്നേ ഉള്ളൂ, അല്ലാത്ത എല്ലാ സപ്പോർട്ടും നബിക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെട്ടെന്ന് ആളുകൾ കൈകാര്യം ചെയ്യാതെ വിട്ടത് അബൂ താലിബ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട്. ആ അബൂ താലിബിന്റെ സ്ഥിതി എന്താണ്? അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെല്ലുകയും അദ്ദേഹത്തെ കാണുകയും കാലി പിടിച്ച് കേടപേക്ഷിക്കുന്നത് പോലെ ഹദീസിൽ നമുക്ക് കാണാം. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്റെ പിതൃവ്യ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിൽ വിശ്വസിക്കണം. എങ്കിലേ താങ്കൾക്ക് പരലോകത്തെ ബനൂ ഹാശിം കുടുംബമായി, ഖുറൈശി കുടുംബമായി പ്രവാചകരോടൊപ്പം നാളെ സ്വർഗത്തിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയേറെ ത്യാഗം സഹിച്ച് ഈ സ്വർഗത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹം സ്വർഗം നേരിട്ട് കണ്ട വ്യക്തിയാണ്. സ്വർഗത്തിന്റെ ഏറ്റവും ചെറിയ ഒരു സുഖമെങ്കിലും ശരിക്കും പ്രമാണങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ട ഒരാളാണെങ്കിൽ അവൻ എത്ര കാലിൽ നീരുകെട്ടുവോളം നിസ്കരിച്ചാലും, എത്ര ദിവസം അടുപ്പിച്ച് നോമ്പനുഷ്ഠിക്കേണ്ടി വന്നാലും, താൻ അധ്വാനിച്ച എത്ര സംഖ്യ സക്കാത്തോ സദഖയായി കൊടുക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ ഇതെല്ലാം ചെയ്യാൻ അവൻ തയ്യാറായി. എന്തുകൊണ്ട് സന്തോഷത്തോടെ അവൻ ഇതെല്ലാം ചെയ്യാൻ തയ്യാറാകുന്നത്? സ്വർഗം എന്ന് പറയുന്ന ആ മഹത്തായ പ്രതിഫലം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സ്വർഗം മുമ്പിൽ കണ്ടുകൊണ്ട് ആയിരിക്കണം പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനെ വിളിച്ച യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് നാം ഏറ്റെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ, അടുത്ത കുടുംബത്തിലും അകന്ന കുടുംബത്തിലും ഒരുപാട് ആളുകളുണ്ട്. ഫോൺ വിളിച്ചും അല്ലാതെയും നാം അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. അവരുടെ
ആവശ്യങ്ങൾക്കെല്ലാം നാം ത്യാഗം സഹിച്ച് എത്തിച്ചേരാറുണ്ട്. പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ നമ്മെ കുറിച്ച് ഒരു പരിഭവം അവർ അള്ളാഹുവിനോട് പറയുന്നു. നാഥ, ഞങ്ങൾക്ക് ഈ സ്വർഗം നഷ്ടമായി. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, നീ നിന്റെ ശിക്ഷയിൽ നിന്ന് ഇവർക്ക് ഇരട്ടി നൽകൂ. ഈ സ്വർഗത്തെ കുറിച്ചും ഈ സ്വർഗം നേടേണ്ട കാര്യത്തെ സംബന്ധിച്ചും മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്ന എന്റെ കുടുംബക്കാരും ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ബന്ധുക്കളുമാണിവർ. ഇവർ ഞങ്ങളോട് ഈ കാര്യത്തെ സംബന്ധിച്ച് നാളിതുവരെ സൂചിപ്പിച്ചിട്ടില്ല. എന്താണ് അവിടെ നമുക്ക് വൈമനസ്യമുണ്ടായത്? ഉള്ള ബന്ധവും സൗഹാർദ്ദവും നഷ്ടപ്പെടണ്ട എന്ന് കരുതിയായിരിക്കും പലപ്പോഴും കുടുംബാദികളോട് തൗഹീദ് പറയാതെ മൗനം വീക്ഷിക്കുന്നത്. എന്നാൽ അതിന്റെ പേരിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. മറിച്ച് നാം നമുക്ക് അറിയുന്ന ഈ കാര്യം വ്യക്തമായി നമ്മുടെ കുടുംബാദികളോട് പറയുകയും അവരത് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച പ്രതിഫലം ലഭിക്കുകയും അവർ സ്വർഗത്തിന്റെ അവകാശികളായി തീരുകയും ചെയ്യും. കുടുംബാദികളോട് എല്ലാവർക്കും സ്നേഹമില്ലെങ്കിൽ അവർ മനുഷ്യരല്ല. അവർ നമ്മുടെ ആദർശം ഉൾക്കൊണ്ടില്ലെങ്കിൽ പോലും വ്യക്തിപരമായി നമുക്ക് അവരോട് സ്നേഹവും വാത്സല്യവും കരുണയും അനുഭൂതിയും എല്ലാം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനായ പ്രവാചകൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കുട്ടി മരിച്ചു വളരെ ചെറുപ്പത്തിൽ. ആ മരണം കാണാൻ വേണ്ടി വന്ന ആളുകൾ കാണുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ താടിയിലൂടെ കണ്ണീരിട്ട് ഈ കുഞ്ഞിന്റെ ദേഹത്ത് വീഴുന്നതാണ്. അറബികൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇല്ലായിരുന്നു. കുട്ടികൾക്ക് ഉമ്മ നൽകുകയോ കുട്ടികൾ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ കരയുകയോ ഒന്നും ചെയ്യുന്ന ഒരു വികാര പ്രകടനം അവരൊരിക്കലില്ലായിരുന്നു. അപ്പൊ കരയുന്ന നബിയെ കണ്ടിട്ട് അവർ പരിഹസിച്ചു. എന്താണ് മുഹമ്മദെ, സ്ത്രീകളെ പോലെ കുറച്ചുകൂടി ആർദ്രതയുള്ള മനസ്ഥിതി സ്ത്രീകൾക്കാണുള്ളത്. ആ സ്ത്രീകൾ കരയുന്നത് പോലെ നീ എന്താണ് കരയുന്നത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി നൽകിയത് ഹാദിഹി റഹ്മ, ഇത് കാരുണ്യമാണ്. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹ്മ, കാരുണ്യം കാണിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ കരുണ ഉണ്ടാകുകയുള്ളൂ. ഇത് കരുണയുടെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ എന്താണ് ഒരു മകന്റെ വേർപാട്. ഈ മകൻ വളർന്നു വലുതായി പ്രവാചകന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ ദീനിലേക്ക് ദഅവത്ത് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഇവൻ തനിക്ക് ശേഷം പ്രയോജനപ്പെടണം എന്ന പ്രതീക്ഷയുള്ള മകനായിരുന്നു. പക്ഷേ ആ കുട്ടി മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിച്ചു. ഇതുപോലെ നമുക്കും നമ്മുടെ കുടുംബാദികൾ നമുക്ക് പലരും ഉണ്ട്. ആ കുടുംബാദികൾക്കെല്ലാം പരലോകത്ത് സ്വർഗപ്രവേശനം ലഭിക്കാം. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് വലിയൊരു മാതൃകയാണ്. നമ്മുടെ കുടുംബാദികൾക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബാദികൾ പറയുന്നു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കഴിഞ്ഞാൽ അടുത്ത വാക്കെന്താണ്? സലാത്തിൽ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ അടുത്ത വാക്കെന്താണ്? കമാ ബാരക്ത അലാ മുഹമ്മദിൻ അലാ ഇബ്രാഹിം. പറഞ്ഞത് അല്ലാഹു അലാ ആലി മുഹമ്മദിൻ. ഇബ്രാഹിം നബിയെ പറയുമ്പോഴും അലാ ഇബ്രാഹിമ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം. ഈ ആല് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബം എന്ന അഹ്ലുൽ ബൈത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ? പക്ഷേ വെറും കുടുംബം രക്തബന്ധം കൊണ്ടോ വിവാഹബന്ധം കൊണ്ടോ വെറും കുടുംബമായി ചേർന്നാൽ സ്വർഗം എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. യഥാർത്ഥ കുടുംബമാകുന്നത് പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിച്ച യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുമ്പോഴാണ്. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ അബൂലഹബില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. അബൂ താലിബില്ല എന്ന് നമുക്ക് 100% ഉറപ്പാണ്.
അല്ലെ? അതൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. അബൂജഹലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവും ബാല്യകാല സുഹൃത്തുമായിരുന്നു. അവരാരും തന്നെ ഇല്ല. മറിച്ചുള്ളത് ആരാണ്? നബിയുടെ കുടുംബന്മാരാണ്. അമ്മാറാണ്, യാസിറാണ്, സുമയ്യയാണ്, ബിലാലാണ്. അവരെല്ലാം ഈ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച ആളുകളാണ്. പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയ ആളുകളാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച് പ്രവാചകനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളെല്ലാമാണ് നബിയുടെ കുടുംബം. ഇവിടെ രക്തബന്ധങ്ങളെയും വിവാഹ ബന്ധമുള്ളവരെയും മുലകുടി ബന്ധമുള്ളവരെയും സുഹൃബന്ധമുള്ളവരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആരാണ് എന്നത് പരലോകത്ത് അല്ലാഹു പരിഗണിക്കുകയില്ല. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ. നമുക്ക് നമസ്കാരത്തിന്റെ ടൈമാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയാണ്. അള്ളാഹുവിന്റെ അടിമ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അള്ളാഹുവിനെ അവർക്ക് പരിചയമുള്ളത് കൊണ്ട് അബ്ദുള്ള നേരിട്ട് അവരുടെ പേരിട്ടതല്ല. ഇപ്പൊ എന്റെ പേര് അസ്രഫ് കോയ എന്ന്, ഞാൻ ഇട്ടതല്ല പേര്, അത് എന്റെ മാതാപിതാക്കൾ ഇട്ട പേരാണ്. അബ്ദുള്ളക്ക് പേരിട്ടത് അബ്ദുൽ മുത്തലിബ് ആകാം. അപ്പൊ അബ്ദുൽ മുത്തലിബിന് പരിചയമുണ്ട് അള്ളാഹുവിനെ. അള്ളാഹുവിന്റെ അടിമ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ അവരുടെ വിശ്വാസം പിഴച്ചതായിരുന്നു. ലാത്തയെയും മുത്തയെയും മനാത്തയെയും അള്ളാഹുവിന് പകരം ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അവരുടെ സ്ഥിതി എന്താണ്? ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വന്ന് അനുവാദം ചോദിച്ചു. ജാഹിലിയ്യ കാലത്ത് ഖുറൈശികൾ പ്രവർത്തിച്ചതുപോലെ ശിർക്കൻ വിശ്വാസവും ആചാരങ്ങളുമായി മരിച്ചുപോയ എന്റെ പിതാവിന് വേണ്ടി ഞാനൊന്ന് പാപമോചനം തേടിക്കോട്ടെ നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു. നബി പറഞ്ഞു, പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട. നബി പറഞ്ഞു, നീ അവർക്ക് വേണ്ടി പാപമോചനം തേടേണ്ടതില്ല. അതിൽ അയാൾക്ക് വലിയ നിരാശയുണ്ടായി, വലിയ ദുഃഖമുണ്ടായി. ആ ദുഃഖത്തോടുകൂടി അയാൾ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണമെങ്കിൽ നീ ഒന്ന് സന്ദർശിച്ചോ, പിതാവിന്റെ ഖബറിടം ഒന്ന് സന്ദർശിക്കുക, പാപമോചനത്തിന് വേണ്ടി തേടൽ. അതാണ് ഞാൻ പറഞ്ഞത്, മരണപ്പെടുന്നതോടുകൂടി എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകും. പിന്നെ ഒരാളെ പ്രാർത്ഥിച്ചിട്ടോ പ്രബോധനം നിർവഹിച്ചിട്ടോ ദഅവത്ത് നിർവഹിച്ചിട്ടോ പിന്നെ ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുകയില്ല. ആള് നമ്മളോടൊപ്പം ജീവനോടെ ഓർമ്മയുള്ള കാലത്ത് ജീവിച്ചിരിക്കുമ്പോഴാണ് അതിനൊരു ചാൻസ് ഉണ്ടാകുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്ക് ഹദീസിൽ കാണാം, അബീവ അബാക്ക പിന്നാ. സഹോദര, നിന്റെ പിതാവ് മാത്രമല്ല സ്വർഗത്തിൽ, നിന്റെ പിതാവ് മാത്രമല്ല നരകത്തിൽ, എന്റെ പിതാവും നരകത്തിലാണ്. എന്റെ പിതാവ് അബ്ദുള്ള, നിന്റെ പിതാവും നരകത്തിലായി. ഇത് വളരെ ദുഃഖത്തോടു കൂടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് ഒരാളെ പറ്റിയും അയാൾ സ്വർഗത്തിലാണ്. ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, മടവൂർ കോട്ടയിലെ പഠിത്തങ്ങൾ പറയുന്നു പ്രേം നസീർ സ്വർഗത്തിലാണ്, മുഹമ്മദ് റാഫി സ്വർഗത്തിലാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നു. ഒരാളെയും സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ അള്ളാഹും റസൂലും പറഞ്ഞ ആളുകളെ കുറിച്ചല്ലാതെ പ്രവചിക്കാൻ നമുക്ക് അധികാരമോ സ്വാതന്ത്ര്യവും. നമ്മൾ ആഗ്രഹിക്കുകയാണ്, നമ്മൾ പ്രതീക്ഷിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ അമൽ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? സ്വർഗം ലഭിക്കാൻ വേണ്ടി. പ്രവാചകന്മാര് അവർക്ക് ആശങ്കയുണ്ടായിരുന്നു കുടുംബത്തെ പറ്റി. യാക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമായ സമയത്ത് തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്റെ മക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വിശ്വാസവും ആചാരവും ഒക്കെ? കൃത്യമായും അവർ പറഞ്ഞു, പ്രിയ പിതാവേ, നിങ്ങൾ കാണിച്ചു തന്ന, നിങ്ങളുടെ പൂർവ്വപിതാക്കളായ പ്രവാചകന്മാർ കാണിച്ചു തന്ന ആ മാർഗത്തിലായിട്ടായിരിക്കും ഞങ്ങൾ ജീവിക്കുക. അപ്പോഴാണ് സന്തോഷത്തോടെ ഒരു കുടുംബനാഥൻ ഈ ലോകത്ത് നിന്ന്
കണ്ണടച്ച് ഇവിടെ നിന്ന് യാത്രയാകുക. നമ്മുടെ മക്കളോട് നമ്മളും ചോദിക്കണം, നമ്മുടെ മക്കളെ ഇങ്ങനെ ഒരു മറുപടി തരാൻ പ്രാപ്തരാക്കണം. തൗഹീദിന്റെ മാർഗത്തിൽ അടിവച്ച് നിൽക്കുന്ന കുടുംബാദികളാകണം ഭാര്യയും മക്കളും, നമ്മുടെ ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും അവരുടെ സന്താന പരമ്പരകളെല്ലാം. അതിനായുള്ള ഒരു പരിശ്രമം നമുക്കുണ്ടാകും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. കൺകുളിർമ എന്ന് പറയുന്നത് മക്കൾ കൺമുമ്പിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സുഭിക്ഷമായി ജീവിക്കുന്നത് മാത്രമല്ല, അവര് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ അവകാശികളാകും എന്നുള്ള ആ ഒരു മധുര പ്രതീക്ഷ, അതാണ് നമുക്ക് യഥാർത്ഥമായ കൺകുളിർമ നൽകുന്നത്. അതിനുവേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ ആമുഖമായി ഓതി വെച്ചത് 13-ാം അധ്യായം സൂറ അൽ-അഅദിലെ 23-24 വചനങ്ങളാണ്. അതും കൂടി അതിന്റെ ആശയം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സ്വർഗത്തിൽ പോകുമ്പോൾ സ്വർഗപ്രവേശനത്തിന് നിങ്ങളെ വിളിക്കുമ്പോൾ അതിന് അർഹരായ ആളുകൾ കടന്നു വരുന്നു. ജന്നാത്തു അദ്നിൻ, നല്ല ഉദ്യാനങ്ങൾ, തോട്ടങ്ങൾ, സമൃദ്ധമായ സ്വർഗ പൂന്തോപ്പുകൾ അല്ലാഹു തആല സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ പ്രവേശിക്കുന്ന ആളുകൾ, സ്വർഗപ്രവേശനത്തിനായി എത്തുന്ന ആളുകൾ ആരാണ്? വമൻ സലഹ, സ്വാലിഹീങ്ങളായ ആളുകളാണ്. സ്വാലിഹീങ്ങളായ ആളുകളാണ്. മിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന്. മനുഷ്യരെ, നമ്മുടെ പൂർവ്വപിതാക്കളെ എത്ര പേര് നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കാണാൻ കഴിയും? സ്വർഗത്തിലെത്തിയാൽ ഈ ദുനിയാവിന്റെ കാൽക്കുലേഷൻ ഒന്നുമല്ല, എല്ലാവരെയും നേർക്ക് നേരെ കാണാൻ പറ്റും. ഇപ്പോൾ 1,00,000 ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സ് നമ്മളുടെ മുമ്പിൽ രൂപപ്പെട്ടാൽ അതിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ വളരെ വിരലുണ്ടാവുന്നു. ഇപ്പൊ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ നമ്മൾ പോയാൽ, അറഫയിൽ പോയാൽ, മുസ്ദലിഫയിൽ നമ്മൾ രാത്രി താമസിച്ചാൽ, കഅബ തവാഫ് ചെയ്യുമ്പോൾ കാണുന്ന ഈ മനുഷ്യരിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഏതാനും പ്രതിനിധികൾ മാത്രമാണ് അവിടെ എത്തുന്നത്. അത് 40 ലക്ഷം ആകട്ടെ, അതിൽ കൂടുതലാകട്ടെ, ഒരു പ്രതിനിധി മാത്രമാണ് വരുന്നത്. എന്നാൽ ആദം അലൈഹിസ്സലാം മുതൽ ഇനി എത്ര കാലം ഈ ലോകം നിലനിൽക്കുമോ അത്രയും കാലം കഴിഞ്ഞുകൂടിയ മുഴുവൻ മനുഷ്യരും വന്നു നിന്നാൽ അല്ലാഹു തആല പരലോകത്തിന്റെ ഒരു സ്ഥിതി നമ്മുടെ ഈ കണ്ടുകൊണ്ട് എല്ലാ ആളുകളെയും കണ്ട് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവരെയും എല്ലാ ആളുകൾക്കും തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഉമ്മാനെയും ബാപ്പാനെയും കാണുമ്പോൾ ഓടുക എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ 25, 30, 40 കൊല്ലം മുമ്പ് മരിച്ചുപോയ എങ്ങനെയാണ് എന്റെ പിതാവ്? എനിക്ക് എന്റെ ഒരു വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ വാപ്പ മരിച്ചു. എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും എന്റെ പിതാവിന്റെ മുഖം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. കാരണം അക്കാലത്ത് ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെതായി നമ്മുടെ വീട്ടിൽ യാതൊരു ആവശ്യത്തിന്. ഇന്നാണെങ്കിൽ ആധാറിലോ വോട്ടർ ഐഡിയിലോ ആധാരത്തിലോ എവിടെങ്കിലും പാസ്പോർട്ടിലോ ഒക്കെ കാണുമല്ലോ ഒരു ഫോട്ടോ. ചെറിയ പ്രായത്തിലേക്ക് ഒരു ഫോട്ടോ പോലും കാണുന്നില്ല. എന്നാൽ നാളെ എന്റെ പിതാവിന് പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ എനിക്ക് നേർക്ക് നേരെ കാണാൻ പറ്റും. എന്റെ ഉമ്മയെ കാണാൻ പറ്റും. എന്റെ സഹോദരങ്ങളെയും എന്റെ ആശ്രിതരെയും എന്റെ സുഹൃത്തുക്കളെയും അമ്മ പറയുകയാണ്, സാധാരണ കണ്ടാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് വാരിപ്പുണർന്ന് ഉമ്മ വെക്കുന്നത് പോലെ അല്ല സ്ഥിതി. പാപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും സഹധർമ്മിണിയെയും കാണുമ്പോൾ മനുഷ്യൻ അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഓടിയകലും എന്ന് ഖുർആൻ പറയുന്നു. ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതല്ല, ഇവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനാണോ? അന്ന് പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങളാകണം അവർ. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം,
അവരുടെ സഹധർമ്മിണിമാരും ദുര്യാത്തെയും അവരുടെ സന്താനങ്ങളും എല്ലാം കൂടി സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിന്റെ ചുമതലയുള്ള മലായിക്കത്തുകൾ, സ്വർഗത്തിന് എത്ര കവാടമാണുള്ളത്? 8 കവാടങ്ങൾ. ഈ 8 കവാടങ്ങളിലും നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ ചുമതലയുള്ള മലായിക്കത്തുകൾ എല്ലാ ഗേറ്റിലും മലക്കുകൾ നിന്നുകൊണ്ട് സ്വർഗാവകാശികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവരുടെ അഭിവാദ്യം? സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ക്ഷമയോടെ ഭൗതിക ജീവിതത്തിന്റെ പളപളപ്പിൽ കണ്ണു നട്ടുകൊണ്ട് ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും പിന്നാലെ പോകാതെ തൗഹീദിലും സുന്നത്തിലും മഅറൂഫാത്തുകളിലും മടിയുറച്ചു നിന്നുകൊണ്ട് വിശ്വസിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞുപോയ കുടുംബാദികൾ അവിടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ കടക്കാൻ വരുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ അവര് സ്വാഗതം നൽകും. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അന്തിമ ഭവനമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പാർപ്പിടം എത്ര നല്ല സ്ഥലമാണ്. പ്രവാചകന്മാർക്ക് അല്ലാഹു തആല വഹീയിലൂടെ സ്വർഗം അറിയിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണുകയും ചെയ്തു. പ്രവാചകൻ മിഅ്റാജിന് ശേഷം ജീവിതത്തിൽ ഒരിക്കലും ചിരിച്ചിട്ടില്ല എന്ന് ഹദീസിൽ കാണാം. എന്താണ് അതിന് കാരണം? നരകം അദ്ദേഹം കണ്ടു. പിന്നെയോ ഈ ലോകവും അതിനുള്ള സർവചരാചരങ്ങളും നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വഴി അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. സൂർ എന്ന കാഹളത്തിൽ ഊതുക. മീകായിൽ അല്ലാഹുവിന്റെ ഓർഡർ വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ ഒന്നാകെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ഊതലിനായി കാതോർത്തിരിക്കുന്ന രംഗം കണ്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഇരിപ്പ് കണ്ടിട്ട് പിന്നെ എനിക്ക് ചിരിക്കാൻ തോന്നിയില്ല. മനസ്സിന് സന്തോഷമായിട്ടുണ്ടെങ്കിലല്ലേ അത് ചിരിയായി പുറത്തു വരികയുള്ളൂ. ഇത്രയും മാനവ കുലത്തിന് ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാതിരിക്കുന്നത് മുൻകൂട്ടി കണ്ട പ്രവാചകൻ പിന്നീട് അണപ്പല്ല് കാണിച്ച് ചിരിച്ചിട്ടേയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങളെ ഇവിടെ ഒരു പരീക്ഷാ ഹാളിലാണ്. നിങ്ങൾക്ക് കിട്ടിയ ഈ 2 മണിക്കൂർ നിങ്ങളുടെ 5 കൊല്ലത്തെയോ 10 കൊല്ലത്തെയോ പഠനത്തിന്റെ പരിസമാപ്തിയാണ്. ഒരു +2 പരീക്ഷയ്ക്ക് ഹാളിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥി 12 കൊല്ലത്തെ 3.5 വയസ്സ് മുതൽ തുടങ്ങി 12 വർഷത്തെ അവരുടെ കഠിനാധ്വാനമാണ്. ഈ 12ാം ക്ലാസ്സിൽ 17ാം വയസ്സിൽ അവൻ ഇരിക്കുമ്പോൾ ഇത്രയും കാലത്ത് അവന്റെ കഠിനാധ്വാനം ഇനി അവന്റെ ജീവിത മേഖലയിൽ അവന്റെ ഉദ്യാന പതനങ്ങളിലേക്ക് തിരിയുന്ന ഒരു പ്രത്യേകമായ ഒരു വഴിത്തിരിവാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ പരീക്ഷയെ അവൻ അഭിമുഖീകരിക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കത്തില്ല. അവിടെ കാണുന്ന ആസ്വാദനങ്ങളിലൊന്നും കണ്ണു നടുകയില്ല. മുഴുവൻ ശ്രദ്ധയും പരീക്ഷയിലാണ്. അത് മികവാർന്ന വിജയം കരസ്ഥമാക്കണം. അതുപോലെ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. ഇനി ഒരു മരണം ആസന്നമാകാനിരിക്കുന്നു. ആരാണ് നിങ്ങളിൽ സൽപ്രവർത്തികൾ ചെയ്തവർ എന്ന് പരീക്ഷ ചുറ്റും നോക്കിയിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയമാണെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക്, നിങ്ങൾ ജീവിതത്തിൽ വിജയമാകുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക്. അതിനുള്ള ഒരു ആലയമാണ് നമ്മുടെ ഈ ദുനിയാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂട്ടത്തോടെ സ്വർഗത്തിൽ പോകാം. നമ്മൾ പ്രവർത്തിക്കണം, ഒപ്പം പ്രാർത്ഥിക്കുകയില്ല. എല്ലാ ആളുകളോടും നാളെ ആരും വന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ കുറിച്ചൊരു പരാതി പറയരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കാദ എന്ന് പറയുന്ന ചന്തയിൽ പോയി അതിന്റെ ഒരു പരിസരത്ത് ഇങ്ങനെ ഒരു വിനീതനായ അടിമയെ പോലെ മാർക്കറ്റിൽ കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാൻ പോകുന്നതല്ല. സാധനം വാങ്ങാനും വിൽക്കാനും വരുന്ന ആളുകളോട് തൗഹീദിനെ സംബന്ധിച്ച് സംസാരിക്കാൻ വളരെ വിനയത്തോടെ. ആരും മാധ്യമം അത് പരിഗണിച്ചിരുന്നില്ല. ഒരു മനുഷ്യൻ മാർക്കറ്റിന്റെ പുറത്ത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഒന്ന് കാതോർക്കാം എന്ന് വിചാരിച്ച് അടുത്തടുത്ത് വന്ന ആളുകളാണ് ആദ്യകാല സഹാബികൾ.
പിന്നെ അവരിൽ നിന്ന് കേട്ട സന്ദേശം ലോകം മുഴുവൻ പ്രചരിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുമുണ്ട്, വിദഅത്ത് ചെയ്യുന്ന ആളുകളുമുണ്ട്, തൗഹീദ് ഉൾക്കൊണ്ട ആളുകളുമുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മനുഷ്യരെവിടൊക്കെ ജീവിച്ചിരിക്കുന്നു അതെല്ലാം എത്തി. അത്രത്തോളം ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനും നിങ്ങളും ആവുന്നത് പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നത് ഒരു പ്രാർത്ഥന വേണം. നാഥ, ശ്വാസം നിലയ്ക്കുന്നത് വരെയും നിന്റെ അമ്പിയാക്കൾ ലോകത്ത് വന്ന് പഠിപ്പിച്ച യഥാർത്ഥമായി ദീനിന്റെ താഴികളായി കണ്ടുമുട്ടുന്ന ആളുകൾക്കെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശനത്തിന് വേണ്ടിയുള്ള ഈ തേൻതുള്ളി അവർക്ക് നൽകാൻ എനിക്ക് സാധിപ്പിക്കണേ. അതിനുള്ള ഇൽമും ആരോഗ്യവും അവസരവും എല്ലാം നൽകണേ എന്ന് നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും മുഖ്യമായ 2 വിഷയങ്ങളാണ് ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടത്. ഉച്ചയ്ക്ക് ശേഷവും ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട്. അതിലെല്ലാം സജീവമായി തന്നെ പങ്കെടുക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈമാനിന് എന്തെങ്കിലും തരത്തിലുള്ള കളങ്കം നേരിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ സന്ദർഭമാണ് ഇതുപോലെയുള്ള തസ്ബീഹത്ത് ക്ലാസുകൾ, പഠന ക്ലാസുകൾ. അതിൽ വളരെ ആത്മാർത്ഥമായി നമ്മൾ തുടക്കം മുതൽ തന്നെ പങ്കെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൽമ അത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടാവും. റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി പെരുമാറായി. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും അവരുടെ പൂർവികരുമെല്ലാം നമ്മുടെ സന്താനങ്ങളും ഖിയാമത്ത് നാൾ വരെ വരുന്ന നമ്മുടെ സന്താന പരമ്പരകളെല്ലാം നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലുകളിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് എത്തി തരുമാറാകട്ടെ. കൂടുതൽ ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുവാനുള്ള കഴിവും കഴിവും പ്രാപ്തിയും സാമർത്ഥ്യവും എല്ലാം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.